പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സദൃശ്യവാക്യം 29 അധ്യായം 23 വചനം വായിച്ചിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നവരല്ലേ? യേശുവിനെ നിരന്തരം സ്നേഹിക്കുമ്പോൾ നാം പോലും അറിയാതെ നാം യേശുവിനെ പോലെയാകും. നമ്മളുടെ സ്വഭാവം അപ്രകാരമാകും, ജീവിത രീതി അപ്രകാരമാകും. കർത്താവ് നമ്മളിൽ വാഴുന്നതിനാൽ നാം യേശുവിൻ്റെ പത്രങ്ങളായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ യേശുവിനെ ധരിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് താഴ്മ. ഒരു വ്യക്തി മാനിക്കപ്പെടുവാൻ ആ വ്യക്തിയുടെ വിദ്യാഭ്യാസമോ കഴിവോ കുടുംബ പശ്ചാത്തലമോ ഒന്നും മാനദണ്ഡമല്ല. പകരം താഴ്മയുള്ളൊരു വ്യക്തിയെ, വിനയം ഉള്ളൊരു വ്യക്തിയെ സ്വർഗം മാനിക്കും. അത് കർത്താവിൻ്റെ ഒരു നീതിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ. നമ്മളുടെ സംസാരം, നമ്മളുടെ ഇടപെടിയിൽ അത് ഗർവത്തോടെ വേണ്ട. അഹങ്കാരം നമ്മളുടെ ജീവിതത്തിൽ ഒട്ടുമേ വേണ്ട. എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന്. എങ്കിലും ഞാൻ കുറച്ചുകൂടി ഉത്സാഹിപ്പിക്കുകയാ. എവിടെയെങ്കിലും ഞാനെന്ന ഭാവമോ അല്ലെങ്കിൽ പ്രൈഡോ അല്ലെങ്കിൽ ബോസ്റ്റ് ചെയ്യുന്ന അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ അങ്ങ് എടുത്ത് കളയാം. നമ്മളുമായി സഹകരിക്കുന്നവർ നമ്മളിലുള്ള യേശുവിനെ അറിയട്ടെ, യേശുവിനെ കാണട്ടെ. നമ്മളോട് സംസാരിക്കുന്നവർ യേശുവിനോട് സംസാരിച്ചതുപോലെ അനുഭവിക്കട്ടെ. അതെ, ഈ ദിവസങ്ങളിൽ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുവാൻ നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. മാന്യത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണോ? എങ്ങും മാന്യത തേടി പോകണ്ട. ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചാൽ മതി. താഴ്മയോടെ മുന്നേറുക. കർത്താവ് നിങ്ങളെ മാനിക്കും, നിശ്ചയമായും. എവിടെയൊക്കെയാ താഴ്മ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്? എല്ലാ മേഖലയിലും, കൊടുക്കൽ വാങ്ങലുകളിൽ, ഇടപെടലുകളിൽ, നമ്മളുടെ സംസാര രീതിയിൽ, നമ്മളുടെ നടപ്പിൽ, നമ്മളുടെ ഭാവത്തിൽ, നമ്മളുടെ നോട്ടത്തിൽ എല്ലാം ദൈവികമായ ഒരു താഴ്മ നമുക്ക് ധരിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് രാജാതി രാജാവായിരിക്കെ, അങ്ങ് ദൈവമായിരിക്കെ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. ഞങ്ങളെ രക്ഷിക്കേണ്ടതിന് അങ്ങ് നീച മരണം കൈവരിച്ചവനാ. അങ്ങ് ഞങ്ങളുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അങ്ങയുടെ മുഖത്ത് തുപ്പിയപ്പോഴും അങ്ങ് താഴ്മയോട് പ്രതികരിച്ചു, ക്ഷമിച്ചു. ഹല്ലേലൂയ. അങ്ങേപ്പോലെ ഞങ്ങൾക്കാകണം. അങ്ങ് എത്ര സിമ്പിളായിരുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ. താങ്ക് യു ജീസസ്. അടിയനെയും എന്നോടൊപ്പം ഈ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെയും ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യട്ടെ. ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ രീതികൾ, മൊത്തത്തിലൊരു മാറ്റം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആഭരണം മറ്റൊന്നുമല്ല, പകരം താഴ്മ, വിനയം, ഇവയൊക്കെ ഞങ്ങൾ ആഭരണമായി അണിയട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹോളി സ്പിരിറ്റ് എൻ്റെ വായിൽ തന്നൊരു വാചകമാ, താഴ്മ നമ്മളുടെ ആഭരണമായിരിക്കട്ടെ. നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ആഭരണമായി താഴ്മയെ നമുക്ക് ധരിക്കാം.
നമ്മളെ മറയ്ക്കുന്നൊരു വസ്ത്രമായി താഴ്മയെ നമുക്ക് ധരിക്കാം. താഴ്മ, വിനയം, എളിയ മനോഭാവം, ശാന്തത, പറയുവാൻ താമസവും കേൾക്കുവാൻ വേഗതയും, ക്ഷമിക്കുവാനുള്ള മനോഭാവം, ഇതൊക്കെ നമ്മളിൽ വന്ന് നിറയട്ടെ. എന്നെയും എന്നോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെയും ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇൻ്റർസെസറി പ്രയറിൽ കാണാം. ബ്ലെസ് യു.